കഴിഞ്ഞ 2 ദിവസമായി മറുനാടൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് CI സരിൻ ചെയ്തത് എന്ത് തെറ്റാണ്, അദ്ദേഹം യാതൊരു തെറ്റും ചെയ്തിട്ടില്ല, അദ്ദേഹത്തിനെ എന്തിനാണ് സസ്പെൻഡ് ചെയ്തത് എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ്. നമുക്ക് മറുനാടിൻ്റെ ചില വാക്കുകളിലേക്ക് പോകാം. പന്തീരാങ്കാവ് CI സരിനെ നിയമവിരുദ്ധമായി ഉന്നത ഉദ്യോഗസ്ഥർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഉന്നത ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുമ്പോൾ അതിന് തക്കതായ കാരണമുണ്ടാവുമല്ലോ. അതുകൊണ്ടല്ലേ CI സരിനെ സസ്പെൻഡ് ചെയ്തത്. ഒരു ഞായറാഴ്ചയായിരുന്നു കല്യാണം. ആ കല്യാണത്തിൻ്റെ പിറ്റേ ഞായറാഴ്ച വീട് കാണാൻ വേണ്ടി വധുവിൻ്റെ വീട്ടുകാരെത്തുന്നു. വീട് കാണാൻ എത്തുമ്പോഴാണ് പെൺകുട്ടിയുടെ മുഖത്തും ശരീരത്തിലും പാടുണ്ട് എന്ന് വ്യക്തമാവുന്നത്. ഈ ഒരാഴ്ച പെൺകുട്ടിയെ തല്ലിയിട്ടും മർദ്ദിച്ചിട്ടും ഈ പെൺകുട്ടി വീട്ടുകാരോട് പറഞ്ഞിട്ടില്ല എന്ന് ഓർക്കണം. കഴിഞ്ഞ ഒരാഴ്ചയായി പീഡിപ്പിച്ച കാര്യം ആരും എവിടെയും ഉന്നയിച്ചിട്ടില്ല. അവർ വീട് കാണാൻ ചെന്ന ദിവസം അന്ന് രാത്രിയിലാണല്ലോ, അന്ന് വെളുപ്പാങ്കാലത്താണല്ലോ ആ കൊച്ചിനെ പിടിച്ച് തല്ലി അവശനാക്കുകയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ബോധം തന്നെ തെളിയുന്നത് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞിട്ടാണ് തുടങ്ങിയ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഒരാഴ്ചയായിട്ട് പീഡിപ്പിക്കുക എന്ന് പറഞ്ഞത് ശരിയല്ലല്ലോ. അതിനുശേഷമാണ് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതും പരാതിപ്പെടുന്നതും. അവിടെ ഉണ്ടായിരുന്ന ഏകദേശം 26ഓളം പേര് കൂടിയാണ് പോലീസ് സ്റ്റേഷനിൽ തന്നെ ചെല്ലുന്നത്. SHO അപ്പോൾ തന്നെ രാഹുലിനെയും വീട്ടുകാരെയും വിളിച്ചു വരുത്തുന്നു. അതങ്ങനെ ശരിയാവും? അവരവിടെ ചെല്ലുമ്പോൾ SHO അവിടെ ഉണ്ടായിരുന്നില്ല. 4 മണിക്കൂറിന് ശേഷമാണ് അവിടെ SHO വരുന്നത്. അപ്പോഴാണ് അവിടെ മറ്റുള്ള ചില പോലീസുകാരും മറ്റുമൊക്കെ ഈ പ്രതിയുടെ തോളത്ത് കൈയിട്ടും മറ്റുമൊക്കെ നടക്കുന്ന സംഭവം ഉണ്ടാവുന്നത്. എന്തുമായിക്കോട്ടെ, 4 മണിക്കൂറിന് ശേഷം CI സരിൻ വരികയും തുടർന്ന് ഇരു കൂട്ടരെയും വിളിപ്പിച്ച് കാര്യങ്ങൾ തിരക്കുന്നു. അവരോട് പറയുകയാണ്, ഭർത്താവ് ഭാര്യയെ അടിക്കുന്നതൊക്കെ സാധാരണ നടക്കുന്ന സംഭവമല്ലേ, അതിനെ ഒരു വിഷയമാക്കേണ്ടതുണ്ടോ എന്നാണ് അവിടെ ഈ പറയുന്ന പോലീസുകാരൻ ചോദിച്ചത്. ഇത് പോലീസ് സ്റ്റേഷനിൽ SHOയുടെ മുമ്പിൽ ഇരിക്കുന്ന ദൃശ്യമാണ്. ഈ പെൺകുട്ടി രാഹുലിൻ്റെ കൈ പിടിച്ചിരിക്കുന്നു. അതിനർത്ഥം എന്താണ്? എനിക്ക് ഇയാളെ പിരിയാൻ താല്പര്യമില്ല, എനിക്ക് ഇയാളോടൊപ്പം ജീവിക്കണം എന്ന നിലപാടെടുത്തു. പക്ഷേ ഈ ഫോട്ടോയിൽ എനിക്ക് തോന്നുന്നത് അവൻ കരഞ്ഞ് കാല് പിടിക്കുകയാണ്. അവൻ്റെ ചങ്കിൽ കൈ വെച്ചിട്ട് പറയുകയാണ്, എനിക്ക് പറ്റിപ്പോയി എന്ന ഒരു രീതിയിലാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതല്ലാണ്ട് അവൻ്റെ കയ്യിൽ അവൾ കൈ പിടിച്ചതായിട്ട് ഒരിക്കലും എനിക്ക് തോന്നണില്ല. അങ്ങനെ ആർക്കും തോന്നാനുള്ള സാധ്യതയുമില്ല. അവനവിടെ ഇരുന്ന് കരയുകയാണ്. എന്നിട്ട് ആ കരഞ്ഞുകൊണ്ട് ആ കൊച്ചിൻ്റെ കൈ പിടിച്ചേക്കണതാണ്. കൊച്ച് ആ പോലീസിൻ്റെ മുന്നിലിരിക്കണ കാരണം കൊച്ചിന് അതിനെ പിടിക്കാനുള്ള ഒരു പേടി കാണുമായിരിക്കും. അത്ര ഉണ്ടാവുള്ളൂ ഇതിനകത്ത്. അവനാണ് അവളുടെ കൈ പിടിച്ചിരിക്കുന്നത്. ഏതായാലും പോലീസിൻ്റെ സഹായം ഉണ്ടായതുകൊണ്ടാണ് ആ ഒരു പ്രതിക്ക് ഈ കടൽ കടന്ന് വേറൊരു രാജ്യത്തേക്ക് പോകാനുണ്ടായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത്. ഇപ്പോൾ അയാളെ കിട്ടുന്നില്ല. അയാളെ കിട്ടിയാലാണ് അയാളെ അനുസരിച്ചുള്ള കേസുകൾ നടത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അയാളെ അന്വേഷിച്ച് തപ്പിപ്പിടിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ വന്നിരിക്കുകയാണ്. ആ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് അവർ ചെന്ന് കയറുമ്പോൾ അവിടെ CI ഉണ്ടായിരുന്നില്ല. പിന്നീട് കുറേ സമയം വെയിറ്റ് ചെയ്തു. പിന്നീട് അവരെ വേണ്ടത്ര പരിഗണിക്കുന്നില്ല. എന്നാൽ ആ പ്രതിയെയാണെങ്കിൽ അവിടെ അയാൾക്കൊരു പ്രിഫറൻസ് കൊടുക്കുന്ന രീതിയിലാണ് പോലീസുകാർ പെരുമാറിയത്. അതൊരിക്കലും ശരിയായൊരു നടപടിയല്ല. പിന്നീടും CI വന്നതിന് ശേഷവും അവർക്ക് വേണ്ടതായ പരിഗണന കൊടുത്തില്ല. അതിനെ ഒത്തുതീർപ്പിലേക്ക് എത്തിക്കാനുള്ള രീതിയിലൊക്കെ നോക്കുന്നു. പെൺകുട്ടിയുടെ വീട്ടുകാർ അതിന് സമ്മതിക്കുന്നില്ല. കാരണം വെറും 7 ദിവസം ആയപ്പോഴേക്കും 7ാമത്തെ ദിവസം ഇത്രമാത്രം ഉപദ്രവിക്കുന്നതും ഹോസ്പിറ്റലിൽ പോയി അതിൻ്റെ തെളിവുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ആ ഒരു SI അതിനെ ചെവിക്കൊണ്ടില്ല. വേണ്ടത്ര ഗൗരവം കാണിച്ചില്ല. ഭർത്താവ് ഭാര്യയെ അടിക്കുക എന്നുള്ളതൊക്കെ ഒരു സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ലേ എന്നുള്ള ഒരു അലംഭാവത്തോടു കൂടിയാണ് ആ ഒരു പോലീസുകാരൻ പെരുമാറിയത്. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു. കാരണം പെൺകുട്ടിയുടെ കുടുംബം ചെല്ലുന്നത് പെൺകുട്ടിയെ കെട്ടിച്ച് വിടുകയും അവിടുന്ന് ഇത്രയേറെ പീഡന അനുഭവങ്ങൾ നടക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെടുകയും അത് പോലീസിനെ അറിയിക്കാൻ ചെല്ലുമ്പോൾ ആ ഒരു പോലീസിൻ്റെ ഭാഗത്തു നിന്നും അവർ പ്രതീക്ഷിച്ചത് അങ്ങനെയായിരുന്നില്ല. അതിനെ കേസെടുത്ത് വേണ്ടത്ര ഗൗരവത്തോടെ കാണുമെന്നായിരുന്നു അവർ വിചാരിച്ചിരുന്നത്. അവർക്ക് ഇനി ആ കൊച്ചിനെ ആ ഒരു കുടുംബത്തിലേക്ക് വിടാൻ താല്പര്യമില്ല. കാരണം ഇതുപോലെയുള്ള അനുഭവങ്ങൾ വീണ്ടും വരികില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിലേക്ക് പോവാതെ വീണ്ടും ഒരു വിസ്മയ ഉത്ര പോലുള്ള കേസുകളിലേട്ടൊന്നും പോവാത്ത രീതിയിൽ ആ ഒരു ബന്ധത്തെ അവിടെ വെച്ച് അവസാനിപ്പിക്കാൻ തന്നെയാണ് പെൺകുട്ടിയുടെ കുടുംബക്കാർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്.
എന്നാൽ പോലീസുകാരൻ വേണ്ടത് അതിനെ രമ്യതപ്പെടുത്തി ആ ഒരു ചെറുക്കനെ രക്ഷപ്പെടുത്തുക എന്നൊരു ഉദ്ദേശം വെച്ചാണ് ആ ഒരു കേസ് കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഉയർന്ന ഉദ്യോഗസ്ഥർ അത് മനസ്സിലാക്കുകയും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്യാനുണ്ടായ സാഹചര്യം.